ഭാഗ്യം സിദ്ധിച്ച ഒരു കൈയാണ് അല്ലേ? ചെയ്ത വർക്കുകളെല്ലാം ഹിറ്റ്. പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു ഒരു ഷോ തന്നെ ഒരു ഭയങ്കര ഒരു ചർച്ചാ വിഷയമൊക്കെ ഷോ പൊളിറ്റിക്സ്. ബഡായി ബംഗ്ലാവ്. ശരിക്കും പറഞ്ഞാല് എന്താ പറയുക, ഇതൊക്കെ ഒരു ഹിറ്റായിട്ട് മാറുമ്പോഴും ഈ എളിമ ഭയങ്കരം അല്ലേ? എന്ത് അഹങ്കാരം കൊള്ളാത്തൊരു മനസ്സാണ് അല്ലേ? സഹക്കാരം എന്തിനാണ്? നമ്മളെക്കാൾ എത്രയോ കഴിവുള്ളവർ ഇനി വരാനിരിക്കുന്നു. നമ്മളെക്കാൾ എത്രയോ കഴിവുള്ളവർ തെളിച്ച പാതയിലൂടെയാണ് നമ്മൾ വന്നിട്ടുള്ളതെന്ന് മാത്രം ഒരു നിമിഷം ഓർത്താൽ പോരെ. പിന്നെ പലപ്പോഴും നമ്മളെക്കാൾ എത്രയോ കഴിവുള്ളവരുണ്ട് നമ്മുടെ ചുറ്റിനും. ഇപ്പോൾ നമ്മളിതൊരു ടെലിവിഷൻ്റെ കാലം കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഡിജിറ്റൽ മീഡിയയുടെ കാലമാണ്. നമ്മൾ അത്ഭുതപ്പെടുകയാണ് ഡിജിറ്റൽ മീഡിയയിൽ കണ്ടന്റ് ഉണ്ടാക്കുന്ന പുതിയ യങ്സ്റ്റേഴ്സിനെ കാണുമ്പോൾ, ജെൻസിയെ കാണുമ്പോൾ ഒന്നും വേണ്ട, അതിന് താഴെ കമൻറ്റുകളിൽ കാണുന്നൊരു ഈ സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ട്. ഞങ്ങൾ പലപ്പോഴും ഇപ്പം ഞാനൊരു വിഷാരടിയൊക്കെ ഇടയ്ക്ക് അതിൻ്റെ കമൻറ്റുകൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഷെയർ ചെയ്യും. ഈ എത്ര സെൻസ് ഓഫ് ഹ്യൂമർ നമ്മൾ ഇത് എവിടെ നിന്നാണ് വരുന്നത്? അപ്പം അത്രയും ഇവർക്കൊക്കെ സ്പേസ് ഉണ്ടാവുകയാണ്. അങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മളൊന്നും ഒന്നുമല്ല എന്ന് വിചാരിക്കുമ്പോൾ പിന്നെ അല്ലെങ്കിൽ നമ്മൾ അഹങ്കാരം എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടായാൽ തന്നെ നമ്മുടെ ജീവിതം കട്ടപ്പുകയായി തുടങ്ങും. ഞാൻ ഹിറ്റ് ഷോയിലേക്ക് തന്നെ വരികയാണ്. അതിൻ്റെ ശരിക്കും പറയും ബഡായി ബംഗ്ലാവിൻ്റെ സ്ക്രിപ്റ്റ് ഉണ്ടോ, അത് മുകേഷും പിഷാരിയും ഇരുന്ന് വായി തോന്നി പറയുന്നത് എന്നൊക്കെയുള്ള ചിന്തയാണ് ഞങ്ങളെപ്പോലെ പ്രേക്ഷകർ വിചാരിച്ചിരിക്കും. ശരിക്കും വ്യക്തമായ സ്ക്രിപ്റ്റോട് കൂടിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഉറപ്പായും ഉണ്ട്. അതെന്ന് വെച്ചാൽ ബഡായി ബംഗ്ലാവിൻ്റെ തുടക്കം ഒരു ഒരു ഷോ ഞാനന്ന് പൊളിട്രിക്സ് ചെയ്യുന്ന കാലമാണ്. ഇപ്പോൾ പൊളിട്രിക്സ് ഏതാണ്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇന്ത്യ വിഷനിൽ നിന്ന് ഇറങ്ങുന്ന സമയത്താണ് പിഷാരടി. അപ്പോൾ പിഷാരടിയായിട്ട് നല്ല വർഷങ്ങളായിട്ടുള്ള ബന്ധമുണ്ട്. അപ്പോൾ പിഷാരടി പറഞ്ഞ ചേട്ടാ നമുക്കൊരു ഷോ, അപ്പോൾ ഇത് ശരിക്കും കോമഡി നൈറ്റ്സ് വിത്ത് കപ്പിൽ എന്ന് പറഞ്ഞിട്ടുള്ള അന്നത്തെ ഒരു ഹിന്ദി ഷോയാണ്. അപ്പോൾ അതിൻ്റെ ഒരു റെപ്ലിക്ക പോലെ എന്നാൽ അത് അനുകരിക്കുകയല്ല, പക്ഷേ അതിൻ്റെ ഒരു മലയാളം വേർഷൻ ഉണ്ടാക്കാനാണ് നമ്മൾ ശ്രമിച്ചത്. അപ്പം ഞാൻ മാത്രമല്ല എഴുതാനുണ്ടായിരുന്ന ഇപ്പോഴത്തെ താരം ബിബിൻ ജോർജും ഞാനും അന്ന് മധു കലാഭവൻ, അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെയാണ് ഈ ഷോയ്ക്ക് ഈ സ്ക്രിപ്റ്റ് എഴുതി തുടങ്ങിയത്. അപ്പം ഞങ്ങൾ ശരിക്കും 3 പേരും 3 എപ്പിസോഡ് എഴുതി, പിഷാരുടെ ഒരു എപ്പിസോഡ് എഴുതി, ഞങ്ങൾ 4 കൂടെ ക്ലബ് ചെയ്ത് ഒരു എപ്പിസോഡ് ഉണ്ടാക്കിയതാണ് ആദ്യത്തെ എപ്പിസോഡ്. അപ്പം പിന്നെ ബഡായി ബംഗ്ലാവ് എന്ന് പറയുന്നത് ഒരു പക്ഷേ നമ്മളൊരു കണ്ടന്റ്, ഇപ്പോൾ ആരൊക്കെ വരുന്നു എന്തൊക്കെയുണ്ടോ നമ്മളൊരു കണ്ടന്റ് ഉണ്ടാക്കുന്നു. ഈ കണ്ടന്റ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മളൊരു കൂട്ടായ്മയുണ്ട്. ഇതിന് ശേഷം ഇതിൻ്റെ ഷൂട്ടിന് തലേന്ന് നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്നൊന്ന് വായിച്ച് ഇതിനെ ഡെവലപ്പ് ചെയ്ത്. ഇവർ പറയുന്ന കൗണ്ടറൊക്കെ നമ്മൾ ഇത് കൊടുക്കുന്നതാണോ? എല്ലാമല്ല, അവർ ഒരു 80% അവർ തന്നെ ഉണ്ടാക്കി. മുകേഷ് ഉണ്ടെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് കഥകളുള്ളവരാണ്. ഈ പിഷാരുടെയും ഇൻഡിപെൻഡൻറ്റ് കഥകളുള്ള ആളുകളാണ്. പക്ഷെ ഇവരുടെ ഒരു ബേസ് ഉണ്ടല്ലോ, നമ്മൾ എല്ലാം എഴുതി കൊടുക്കുന്നു എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഒരു ബേസ് ഉണ്ട്, ആ ബേസിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഇവരുടെ ഇംപ്രവൈസേഷൻസ് ഉണ്ടാവും എല്ലാ കാര്യത്തിലും. അപ്പം ഇതാണ് വിഷയം. ഈ വിഷയത്തിൽ നമുക്ക് എന്തൊക്കെ പറയാം, അത് നമ്മൾ നേരത്തെ ഫിക്സ് ചെയ്യും, അല്ലാതെ അപ്പം തോന്നുന്നതായിരിക്കില്ല പറയുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ബഡായി ബംഗ്ലാവില് നമ്മളൊരു ഓഡിയൻസ് ചോദിക്കുന്ന ചോദ്യം നമ്മൾ എഴുതി കൊടുക്കുന്ന, അല്ലാതെ ഓഡിയൻസ് ചോദിക്കുന്ന അല്ല. നമുക്ക് എന്താണ് വേണ്ടതെന്ന് നമ്മൾ നേരത്തെ നമ്മൾ ഫിക്സ് ചെയ്യും. അപ്പം അതിൽ നിന്ന് നമ്മളിങ്ങനെ ഒരു സ്റ്റോറി ഉണ്ടാവും, ആ സ്റ്റോറി ഡെവലപ്പ് ചെയ്ത് പോകുമെന്ന് നമ്മൾ പ്ലാൻ ചെയ്യുകയാണല്ലോ. അപ്പോൾ അതൊരു ശരിക്കും പ്ലാൻഡ് സ്ക്രിപ്റ്റ് ആണെന്ന് പറയാം, അല്ലാതൊരു ഈ പദാനുപദമായ ഒരു സ്ക്രിപ്റ്റ് അല്ല, ഒരിക്കലും അല്ല. പിന്നെ അതൊരു എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഇപ്പോൾ ഈവൻ ആര്യാണെങ്കിലും മനോജായിരുന്നെങ്കിലും ധർമ്മനാണെങ്കിലും. ധർമ്മൻ അത്യാവശ്യം എഴുതുന്ന ആളാണ്. 8 സുന്ദരികൾ ഞാനിപ്പോൾ സീരിയൽ കുറേ ആൾ എഴുതിക്കൊണ്ടിരുന്ന ആളാണ്. പിന്നെ അതിനകത്ത് എല്ലാവരും അത്യാവശ്യം എഴുത്തുമായി ബന്ധപ്പെട്ട ക്രിയേറ്റേഴ്സ് ആയിരുന്നു. മുകേഷ് ഏട്ടനായിക്കോട്ടെ, പിഷാരടി ആയിക്കോട്ടെ, ധർമ്മൻ ആയിക്കോട്ടെ, ഇവരെല്ലാവരും ക്രിയേറ്റേഴ്സാണ്, ഇൻഡിപെൻഡൻറ്റ് ക്രിയേറ്റേഴ്സാണ്. അപ്പോൾ അതിൻ്റെ ഒരു കളക്റ്റീവ് സ്വഭാവം ബഡായി ബംഗ്ലാവിന് വന്നപ്പോൾ പിന്നെ ഓഫ് കോഴ്സ് ഡയന ചേച്ചി ആയിരുന്നു അതിൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ ഡയന ചേച്ചി ആണെങ്കിൽ സിനിമയിലെ അത്രയും വർഷങ്ങൾ 1000 എപ്പിസോഡ് ചെയ്ത എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇങ്ങനെ കുറേ വലിയ ഘടകങ്ങൾ ഒരുമിച്ച് ചേർന്നപ്പോൾ അത് ഒരു വലിയ ഹിറ്റായി മാറിയെന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അന്ന് എഴുതാൻ തുടങ്ങുമ്പോൾ ഇതിൽ ഇത്ര വലിയ ഹിറ്റാവുന്ന പ്രേക്ഷകർ സ്വീകരിക്കുന്ന ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നോ? അല്ല, ആ പരിപാടി വിജയിക്കുമെന്ന് നമുക്കറിയാം. കാരണം അത് മലയാളത്തിൽ, ഇപ്പോൾ ഹിന്ദിയിൽ ആ ഷോ ഭയങ്കര ഹിറ്റാണ് ആ സമയത്ത്, ഇപ്പോഴും ഹിറ്റാണ്. ഇപ്പം നെറ്റ്ഫ്ലിക്സിൽ കപ്പിലത് തുടരുന്നുണ്ട്. ഈ മലയാളത്തിൽ നമുക്ക് അങ്ങനെ ഒരു ഷോ ഇല്ലായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഏഷ്യാനെറ്റ് ആയിരുന്നല്ലോ ടെലികാസ്റ്റും. ഉറപ്പായും അത് ഹിറ്റാവും, അല്ലെങ്കിൽ ഉറപ്പായും അത് പ്രേക്ഷകരുടെ കയ്യിലെത്തും, പുതിയ രീതിയിൽ സ്വീകരിക്കപ്പെടുമെന്ന് നമുക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അല്ലാതെ അത് പ്രത്യേകിച്ച് ഇപ്പോൾ അതിൻ്റെ റേറ്റിംഗ്, ഇപ്പോൾ ലാലേട്ടനൊക്കെ വന്നൊരു ഷോ ദൃശ്യത്തിൻ്റെ ഫസ്റ്റ് വന്ന സമയത്ത് ഭയങ്കര റേറ്റിംഗ് ആയിരുന്നു. അതിലാണ് നമ്മൾ ക്ലച്ച് പിടിച്ചത്. അപ്പം വരുന്ന അതിഥികൾ ആരാണോ അവരുടെ, ഇപ്പം ആ അതിഥികൾ കുറച്ച് വീക്കാണെങ്കിൽ നമ്മൾ ഹ്യൂമർ പോർഷൻസ് കൂട്ടും. നമ്മൾ ഭയങ്കര പരീക്ഷണം നടത്തിയിട്ടുണ്ട് ബഡായി ബംഗ്ലാവിൽ. ബഡായി ബംഗ്ലാവിൽ പരീക്ഷണം നടത്തിയിട്ടുള്ള എൻ്റെ ഒരു ഓർമ്മ പറഞ്ഞാൽ, ഒരു എപ്പിസോഡ് കോസ്റ്റ്യൂമർ വന്നില്ല, അതാണ് നമ്മളുടെ കണ്ടന്റ്. അപ്പം പിഷാരടി ലുങ്കിയെ കൊടുത്ത് പല്ലിയൊക്കെ നടന്നൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ കോസ്റ്റ്യൂമർ ഇല്ല, കോസ്റ്റ്യൂമർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്.
ഇപ്പൊ ധർമ്മജന്റെ വേഷം ഗുണ്ടയാണ് എഴുതിയത്, പക്ഷെ കോസ്റ്റ്യൂം കിട്ടിയത് ഒരു മോഹിനിയാട്ട നർത്തകിയുടെയാണ്. അപ്പൊ അവൻ മോഹിനിയാട്ട നർത്തകിയുടെ വേഷം ഇട്ടിട്ടാണ് ഗുണ്ടയായിട്ട് വരുന്നത്. ഇതിലുണ്ടാകുന്ന ഒരു കോൺട്രാസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ അത് ഭയങ്കരമായിട്ട് വർക്കായി. അങ്ങനെ ഞങ്ങൾ ബഡായ ബംഗ്ലാവിൽ കുറെ പരീക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങളൊക്കെ ഞെട്ടിച്ച ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത് സലിംകുമാർ ഏട്ടൻ്റെ ഒരു കമ്പാർട്ട്മെൻ്റ് എന്നൊരു സിനിമ അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മെൻ്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള കുട്ടികളുടെ ഒരു ഒരു ഈ ശരിക്കും ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ ഒരു പിന്നെ ഒരു സിനിമയായിരുന്നു. അപ്പം ശരിക്കും അത്തരം കുട്ടികളായിരുന്നു ഞങ്ങളുടെ ഓഡിയൻസ്. അപ്പം ഞങ്ങളുടെ എല്ലാവരുടെയും, പിഷാരുടെ ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ എല്ലാവരുടെയും ടെൻഷൻ എന്ന് പറയുന്നത് ഇവരിത് എങ്ങനെയായിരിക്കും നമ്മളുടെ ഈ തമാശകളെ എങ്ങനെ ഇവർ റിയാക്ട് ചെയ്യും. അപ്പോൾ ഇവരുടെ റിയാക്ഷൻസിലാണ് നമ്മൾ ചാർജ് ആവുന്നത്, ഈ ആർട്ടിസ്റ്റുകൾ ചാർജ് ആവുന്നതും പുതിയ സംഭവങ്ങൾ. കാര്യം സ്പോർട്ടീവായിട്ട് കുറേ കമൻറ്റുകൾ വരുന്നതെല്ലാം അതിലാവണം. അപ്പോൾ ഇവർ പിന്നെ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നുള്ള പ്രശ്നമുണ്ട് നമുക്ക്. പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ ഒരു 10 മടങ്ങ് മേലാണ് ഈ കുട്ടികൾ എൻജോയ് ചെയ്തും റിയാക്ട് ചെയ്തും. നമുക്ക് കണ്ണ് അറിഞ്ഞുപോയി. അപ്പം നമ്മൾ വിചാരിക്കുന്നത് പോലെ അവരുടെ എൻജോയ്മെന്റ് ലെവൽ ഒരുപക്ഷെ നമ്മൾ അത്ര എൻജോയ്മെന്റ് ലെവൽ നമുക്ക് ഇല്ലാത്തതുകൊണ്ടാണ്. സ്പോട്ടിലുണ്ട്, നമ്മളെല്ലാം ഷൂട്ട് ചെയ്യേണ്ട സമയത്തെല്ലാം നമ്മളുണ്ടാവും. ഞാൻ ഏതാണ്ട് ഞാൻ ബിബിൻ പോയിട്ടും കുറച്ചു കാലം ഉണ്ടായിരുന്നു. അവസാനത്തെ കുറെ കാലമാണ് ഞാൻ ഇല്ലാതിരുന്നത്. നമ്മുടെ പടമൊക്കെ തുടങ്ങിയ കാലത്ത് പിന്നെ ഇല്ലാതായി. അപ്പം നമ്മൾ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഐക്യു ലെവലല്ല അവരുടെ, നമ്മളെക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് നമ്മളെക്കാൾ ഒരു പക്ഷെ അവർ എൻജോയ് ചെയ്യുന്നുണ്ടാവും. സലീമേട്ടൻ അന്ന് പറഞ്ഞിടാ അത് അവർ നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ടാ, നമുക്കറിയാൻ വയ്യായിട്ടാന്ന് പറഞ്ഞു. ഇതൊരു ഭയങ്കര അനുഭവമാണ്.